ഒരു പെൺകുട്ടിയെ ബലാത്സംഗം ചെയ്യാൻ കൊട്ടേഷൻ കൊടുത്തവൻ. ഇതാണ് ജനപ്രിയ നായകൻ ദിലീപിന്റെ ഇന്നത്തെ കേരളത്തിലുള്ള ഒരു ഇമേജ് എന്ന് പറയുന്നത്. അതായത് കോടതി നടപടികളിലൂടെ വിചാരണ കോടതി ദിലീപിനെ കുറ്റവിമുക്തനാക്കിയെങ്കിലും ആളുകളുടെ മൈൻഡിൽ നിന്ന് ഇങ്ങനൊരു ഇമേജ് മാഞ്ഞു പോയിട്ടില്ല എന്നുള്ള കാര്യം നമുക്കറിയാം. അതിന് പല തരത്തിലുള്ള ഉദാഹരണങ്ങളുണ്ട്. ഇപ്പൊ ബബ്ബബ്ബ എന്ന് പറഞ്ഞ പുതിയ സിനിമയുടെ ട്രെയിലർ റിലീസിന് വന്ന സമയത്ത് അത് റിയാക്ട് ചെയ്തിട്ടുള്ള പല യൂട്യൂബേഴ്സിന്റെ വീഡിയോന്റെ അടിയിൽ വന്നിട്ടുള്ള കമന്റ് സെക്ഷൻ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും എത്രത്തോളം ആൾക്കാര് ദിലീപ് എന്ന് പറയുന്ന ആ ഒരു നടനോട് എഗെയിൻസ്റ്റ് ആയിട്ട് നിൽക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഓപ്പോസിറ്റ് പൊസിഷൻ എടുക്കുന്നുണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് കാണാൻ പറ്റും. അതായത് നിങ്ങൾ ചെയ്യുന്നത് ഹിപ്പോക്രസിയാണ്, നിങ്ങൾ ചെയ്യുന്നത് എന്താ പറയാ ഇരട്ടത്താപ്പാണ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പല കമന്റുകളും വരുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഈവൻ ഒരു KSRTC ബസ്സിനകത്ത് ദിലീപിന്റെ പറക്കും തളിക എന്ന് പറഞ്ഞിട്ടുള്ള സിനിമ പ്ലേ ചെയ്തത് ആൾക്കാർക്ക് ഇഷ്ടപ്പെടാണ്ട്, അല്ലെങ്കിൽ പ്ലേ ചെയ്തത് ആ ഒരു ബസ് കണ്ടക്ടറെ കൊണ്ട് ആ ഒരു സിനിമ നിർത്തിച്ച സംഭവം വരെ റിപ്പോർട്ട് ചെയ്തു എന്നുള്ളതാണ്. അപ്പൊ ആ ഒരു മനുഷ്യൻ എഗെയിൻസ്റ്റ് ആയിട്ട് എത്രത്തോളം തീവ്രമായിട്ടാണ് ആളുകൾ പൊസിഷൻ എടുക്കുന്നത് എന്നുള്ളത് നമുക്ക് കാണാൻ പറ്റും. ഇപ്പൊ കോടതി നടപടികളിലൂടെ ദിലീപ് കുറ്റവിമുക്തനാകപ്പെട്ടു എന്നിരുന്നാലും ആളുകൾക്ക് സംഭവിച്ചേക്കുന്നത് കോടതിയെ തന്നെ ആളുകൾക്ക് ഒരു വിശ്വാസം ഇല്ലാത്ത രീതിയിൽ ആളുകൾ സംസാരിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. കോടതി ബയാസ്ഡ് ആയി, അല്ലെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റും. കോടതി അലക്ഷ്യമാണ്, അങ്ങനെയൊക്കെ പറയാനും പാടില്ല എന്നുള്ളത് നമുക്കറിയാം. പക്ഷെ ആളുകളുടെ മെന്റാലിറ്റി എന്ന് പറയുന്നത് ആ രീതിയിലാണ് എന്നുള്ളതാണ്. അത് നമുക്ക് കാണാനും പറ്റും. പക്ഷെ കോടതിക്ക് മുന്നിലേക്ക് വരുന്ന സമയത്ത് കോടതിയുടെ മുന്നിലുള്ള തെളിവുകള്, ആ തെളിവുകളെ സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്യുന്ന അതിന്റെ അടുത്ത വേറെ എവിഡൻസുകള്, കോടതിക്ക് അത് പൂർണ്ണമായി ബോധ്യപ്പെട്ടാൽ മാത്രമേ കോടതി ശിക്ഷിക്കത്തുള്ളൂ. വൈകാരികതയ്ക്ക് അപ്പുറത്തേക്ക് പോയിട്ട് കോടതി ഒരിക്കലും ഒരു കേസ് എടുക്കുകയോ ശിക്ഷിക്കപ്പെടുകയോ ചെയ്യില്ല എന്നുള്ളത് നമുക്കറിയാം. അപ്പൊ പറഞ്ഞു വരുന്ന കാര്യം എന്താ വെച്ച് കഴിഞ്ഞാല്, ദിലീപ് എന്ന് പറയുന്ന ജനപ്രിയ നടന്റെ, അതായത് ഫാമിലി ഓഡിയൻസിനെ തിയേറ്ററിലേക്ക് പുൾ ചെയ്തിരുന്ന ജനപ്രിയ നടന്റെ ഇന്നത്തെ ഒരു അവസ്ഥയെ കുറിച്ചാണ് പറയുന്നത്. അപ്പൊ ഈ ഒരു ഇൻസിഡന്റിനൊക്കെ ശേഷം ആളുകൾ ആഹ്വാനം ചെയ്തിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ദിലീപിന്റെ പുതിയ സിനിമയായിട്ടുള്ള ബബ്ബബ്ബ എന്ന് പറയുന്ന സിനിമയെ ബഹിഷ്കരിക്കും, ആ സിനിമ ഞാൻ കാണത്തില്ല, ഞാൻ ആ സിനിമ ഒരിക്കലും എൻഡോസ് ചെയ്യാന്നല്ല, ആ സിനിമ ഒരിക്കലും പ്രൊമോട്ട് ചെയ്യത്തില്ല എന്നൊക്കെ പറഞ്ഞിട്ടുള്ള നിലപാടുകൾ ആളുകൾ എടുക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അതുപോലെ തന്നെ ലാലേട്ടൻ ഫാൻസും ലാലേട്ടനും ഒരുപാട് വിമർശനങ്ങൾ വരുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അതായത് നമുക്കറിയാം ലാസ്റ്റ് ട്രെയിലർ റിലീസ് ആയ സമയത്ത് അതിനകത്ത് ലാലേട്ടൻ ഉണ്ട്. അപ്പോ ഇങ്ങനെ ഒരു വലിയ ക്യാൻവാസിൽ വരുന്ന ഒരു സിനിമയാണ്, അതിനകത്ത് ദിലീപ് എന്ന് പറയുന്ന ഒരു നടൻ മാത്രമല്ല വേറെയും പല നടന്മാരും ഉള്ള ഒരു സിനിമയാണെങ്കിൽ കൂടെ ദിലീപ് എന്ന ഒരു ഒറ്റ ഫാക്ടർ കൊണ്ട് ആ സിനിമയെ ബഹിഷ്കരിക്കും എന്ന് പറയുന്ന ആളുകളൊക്കെ നമ്മൾ കണ്ടു. പക്ഷേ ഇതിനൊക്കെ രസകരമായിട്ടുള്ള വേറൊരു സംഗതി എന്താ വെച്ച് കഴിഞ്ഞാല്, ഈ സിനിമയുടെ ബുക്കിംഗ് ആരംഭിച്ചിട്ടുണ്ട്. ബുക്ക് മൈ ഷോയിലും അതേപോലത്തെ ഡിസ്ട്രിക്ട് പോലെയുള്ള ആപ്ലിക്കേഷനിലൊക്കെ ഈ സിനിമയുടെ ബുക്കിംഗ് ആരംഭിച്ചിട്ടുണ്ട്. പക്ഷേ ഫസ്റ്റ് ഡേ 18-ാം തീയതിയിലേക്കുള്ള ടിക്കറ്റിന്റെ അവൈലബിലിറ്റി നിങ്ങൾ നോക്കിക്കഴിഞ്ഞാല് ടിക്കറ്റ് അവൈലബിൾ അല്ല. അതായത് ഏറ്റവും ഫ്രണ്ടിലുള്ള റോ ഒഴികെ ബാക്കിയുള്ളതെല്ലാം സീറ്റ് ഫില്ലായി എന്നുള്ളതാണ്. അപ്പൊ ഇങ്ങനെ ഒരു കാര്യം സംഭവിച്ചപ്പോ അപ്പൊ ഈ പറഞ്ഞ ആളുകളൊക്കെ എവിടെ? ഈ പറയുന്ന ഏകദേശം 3-3.5 കോടി ജനങ്ങളുള്ള കേരളത്തിൽ നിന്ന് എത്ര പേര് ദിലീപിന് അഗെയിൻസ്റ്റ് ആയിട്ടുള്ള നിലപാടുകൾ എടുത്തു? അല്ലെങ്കിൽ എങ്ങനെയാണ് ഈ ഒരു ഇനീഷ്യൽ പുള്ള് കിട്ടിയത് എന്നുള്ളൊരു ക്വസ്റ്റ്യൻ വരുന്നുണ്ട്. അപ്പോ ദിലീപിനെ അനുകൂലിക്കുന്ന ആൾക്കാരൊക്കെ പറയുന്ന ഒരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാല്, അതായത് ഈ പറയുന്ന ആളുകൾ പറയുന്ന പോലെയൊന്നുമല്ല, ആളുകൾക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലായി, കണ്ടില്ലേ ടിക്കറ്റിന്റെ വിൽപ്പന, അതേപോലെ തന്നെ പ്രീ ബുക്കിംഗ് ഒക്കെ നിങ്ങൾ കണ്ടില്ലേ എന്നുള്ളൊരു ചോദ്യം വരുന്നുണ്ട്. പക്ഷേ ഒരു സിനിമയ്ക്ക് ഇനീഷ്യൽ പുള്ള അത്യാവശ്യമാണ്. ഇനീഷ്യൽ പുള്ള ആ ഒരു സിനിമക്ക് കിട്ടണം, എന്നിരുന്നാൽ ആ സിനിമ ഓടത്തുള്ളൂ എന്നുള്ള കാര്യമൊക്കെ നമുക്കറിയാം. പക്ഷെ സിനിമ വിജയിക്കുന്നതിന്റെ പ്രധാനപ്പെട്ട റീസൺ എന്ന് പറയുന്നത് അത് ഫാമിലി ഓഡിയൻസ് ആണ്. ഈ ഫാമിലി ഓഡിയൻസ് തിയേറ്ററിലേക്ക് പൊതുവെ വരുന്നത് 2-3 ദിവസം കഴിഞ്ഞിട്ടായിരിക്കും. അല്ലെങ്കിൽ സിനിമ റിലീസായി അതിന്റെ അടുത്ത വീക്കെൻഡോട് കൂടെയൊക്കെ ആയിരിക്കും ഫാമിലി ഓഡിയൻസ് തിയേറ്ററിലേക്ക് എത്തുക. ദിലീപ് സിനിമകളുടെ ഒരു 95% പ്രേക്ഷകർ എന്ന് പറയുന്നത് ഈ പറയുന്ന ഫാമിലി ഓഡിയൻസ് ആണ്. കുട്ടികളെയും കൊണ്ടും അമ്മൂമ്മമാരെയും കൊണ്ടൊക്കെ തിയേറ്ററിൽ പോയിട്ട് ലൈറ്റ് ഹാർട്ടഡ് ആയിട്ടുള്ള സിനിമ കണ്ട് അതിലുള്ള തമാശ രംഗങ്ങളെല്ലാം കണ്ട് ചിരിച്ച് ആസ്വദിച്ച് ഇറങ്ങി വരുന്ന ഒരു ടൈപ്പ് ഓഫ് ഓഡിയൻസ്, അല്ലെങ്കിൽ ഒരു കൈൻഡ് ഓഫ് ഓഡിയൻസ്. ഈ ഓഡിയൻസ് ആണ്
ദിലീപ് സിനിമകൾക്ക് എന്നും മികച്ച റിസപ്ഷൻ കൊടുത്തേക്കുന്നത്. ഈ ഓഡിയൻസ് എത്രത്തോളം ഇനി ദിലീപിന്റെ സിനിമയ്ക്ക് കേറും അല്ലെങ്കിൽ ദിലീപിന്റെ സിനിമ കാണും എന്നുള്ളതാണ് ഇവിടുത്തെ ഒരു പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ. ദിലീപ് തിരിച്ചു വരാൻ ആഗ്രഹിക്കുന്ന പൊസിഷൻ എന്ന് പറയുന്നത് ഈ പറഞ്ഞ പോലെ തന്നെ പഴയ ജനപ്രിയ നായകൻ എന്ന് പറയുന്ന പൊസിഷനിലേക്കാണ്. പക്ഷെ 2010 വരെ പുള്ളി ചെയ്തിട്ടുള്ള കോമഡി കഥാപാത്രങ്ങളോ അല്ലെങ്കിൽ 2010 വരെ പുള്ളി ചെയ്തിട്ടുള്ള മാസ് കൈൻഡ് ഓഫ് സാധനങ്ങളൊന്നും വെച്ചിട്ട് ഇന്നത്തെ ഓഡിയൻസിനെ കയ്യിലെടുക്കാൻ പറ്റത്തില്ല. അല്ലെങ്കിൽ ടാർഗറ്റ് ഓഡിയൻസ് ആയിട്ട് ഒരു 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 ഫാമിലി ഓഡിയൻസ് ആണ് ടാർഗറ്റ് ഓഡിയൻസ് എന്നുണ്ടെങ്കിലും ഫാമിലി ഓഡിയൻസിനെയും കൂടെ തിയേറ്ററിലേക്ക് കയറ്റുന്നത് മറ്റൊരു ഓഡിയൻ ആണെന്നുള്ളതും കൂടെ നമുക്ക് വേണമെങ്കിൽ പറയാൻ പറ്റും. അതായത് ആദ്യം സിനിമ റിലീസ് ആയിട്ടുള്ള ആദ്യ ആഴ്ചകളിലെ തിയേറ്ററിൽ കയറുന്ന യങ്സ്റ്റേഴ്സും അതേപോലെ തന്നെ റിവ്യൂവേഴ്സും അതേപോലെ തന്നെ ഈ പറയുന്ന പബ്ലിക് ഒപ്പീനിയൻ മേക്കേഴ്സും ഒക്കെയാണ്. ഇവരെയും കൂടെ സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റിയാൽ മാത്രമാണ് ഫാമിലി ഓഡിയൻസ് നെക്സ്റ്റ് തിയേറ്ററിൽ കയറുള്ളൂ. ഇല്ലാന്നുണ്ടെങ്കിൽ ആ സിനിമ മോശമാണ്, ആ സിനിമയ്ക്ക് അത്ര ഒരു മികച്ച അഭിപ്രായമല്ല, അതുകൊണ്ട് നമുക്ക് വേറെ പടം കാണാം എന്നുള്ള ഒരു നിലയിലേക്ക് മാറും. അപ്പോ ഇങ്ങനെ ഒരു കാര്യം ഇരിക്കെ അതിന്റെ കൂട്ടത്തില് ദിലീപ് എന്ന ആക്ടറിനെ ബഹിഷ്കരിക്കണം അല്ലെങ്കിൽ ദിലീപിന്റെ സിനിമകൾ ഞാൻ ഇനി കാണത്തില്ല എന്ന് സ്വയം പേഴ്സണലി തീരുമാനം എടുത്തിട്ടുള്ള ആൾക്കാർ കൂടെ ഉണ്ടായിരിക്കെ എങ്ങനെയാണ് ഫാമിലി ഓഡിയൻസ് ഈ ഒരു പടത്തിന് എന്ത് റിസപ്ഷൻ ആണ് കൊടുക്കാൻ പോകുന്നത് എന്നുള്ളതാണ് സത്യത്തില് ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു പോയിന്റ് എന്ന് പറയുന്നത്. ഇപ്പൊ ഈ കാണുന്നത് അഫ്കോഴ്സ് ദിലീപിന്റെ സിനിമകളെ എൻഡോസ് ചെയ്യുകയും അല്ലെങ്കിൽ അതിനെ സപ്പോർട്ട് ചെയ്യുകയും ദിലീപിനെ സപ്പോർട്ട് ചെയ്യുകയും ചെയ്യുന്ന ആളുകളാണ് ബേസിക്കലി ഇപ്പൊ ഈ ഒരു സിനിമയ്ക്ക് ബുക്ക് ചെയ്തിട്ടുള്ളത്. മാത്രമല്ല പബ്ലിക് ഒപ്പീനിയൻ മേക്കേഴ്സ്, ഇപ്പൊ റിവ്യൂവേഴ്സ് പോലെയുള്ള ആളുകള് ആ സിനിമയിൽ നിന്നുള്ള ചില എലമെന്റുകൾ എല്ലാം എടുത്ത് വേറെ കണ്ടന്റുകൾ ക്രിയേറ്റ് ചെയ്യുന്ന ആൾക്കാരും ഈ സിനിമക്ക് ആദ്യമേ പോകും എന്നുള്ളത് ഒരു വസ്തുതയാണ്. അപ്പോ അതൊരു പൊട്ടൻഷ്യൽ ഓഡിയൻ ആണ് അല്ലെങ്കിൽ ഈ സിനിമയുടെ ഒരു ടാർഗറ്റ് ഓഡിയൻ ആണ് എന്നുള്ളത് ഈ പറയുന്ന ആപ്ലിക്കേഷനിലെല്ലാം ഉള്ള ടിക്കറ്റ് വിൽപ്പന വെച്ചിട്ട് നമുക്ക് പറയാൻ പറ്റത്തില്ല എന്നുള്ളതാണ്. മാത്രമല്ല ആളുകള് ദിലീപിന്റെ ഈ ഒരു പെർട്ടിക്കുലർ കേസിൽ കൺവിൻസ്ഡ് അല്ല ദിലീപിന്റെ നിരപരാധിത്വം എന്നുള്ളതും കൂടെ ഉണ്ട്. കാരണം പല തരത്തിലുള്ള കോൺസ്പിറസീസ് നമുക്ക് പൊതുവെ ഒരു കാര്യം നമുക്ക് നരേറ്റ് ചെയ്ത് തരുന്ന സമയത്ത് തന്നെ അതിനകത്ത് നമുക്ക് ലോജിക്കലി കൺക്ലൂഡ് ചെയ്യാൻ പറ്റുന്ന ലോജിക്കൽ കണക്ഷൻ കിട്ടുന്ന പല കാര്യങ്ങളും ഉള്ള ഒരു കാര്യമാണ് ദിലീപിന്റെ ഈ ഒരു കേസ് എന്ന് പറയുന്നത്, ദിലീപിന്റെ ഈ കേസിനകത്തുള്ള ഇൻവോൾവ്മെന്റ് എന്ന് പറയുന്നത്. അപ്പൊ ഇപ്പോഴും അതൊരു ബിഗ് ക്വസ്റ്റ്യൻ മാർക്ക് ആയിരിക്കെ എങ്ങനെ ദിലീപിന്റെ പുതിയ പടത്തിന് ആളുകൾ ഒരു റിസപ്ഷൻ കൊടുക്കുന്നു എന്നുള്ളതാണ് ഇവിടുത്തെ ഒരു പ്രധാനപ്പെട്ട പോയിന്റ് എന്ന് പറയുന്നത്. പക്ഷെ അപ്പോഴും നമ്മള് പ്രിൻസ് ആൻഡ് ഫാമിലി എന്ന് പറഞ്ഞ സിനിമയെ നമ്മൾ മറക്കാൻ പറ്റത്തില്ല. കാരണം ആ സിനിമ അത്യാവശ്യം തിയേറ്ററിൽ ഓടിയിട്ടുള്ള ഒരു സിനിമയാണ്. അതിന്റെ മാർക്കറ്റിംഗ് സ്ട്രാറ്റജിയും വേറൊരു രീതിയിലുള്ള സ്ട്രാറ്റജി ആയിരുന്നു. അതിനകത്ത് ഫാമിലി ഓഡിയൻസ് കയറിയിട്ടുമുണ്ട്. പക്ഷേ അന്നൊന്നും തന്നെ ഈ തരത്തിലുള്ള വിധിയോ അല്ലെങ്കിൽ ദിലീപ് കുറ്റക്കാരനാണോ അല്ലോ എന്നുള്ള കാര്യങ്ങളും അതേപോലെ തന്നെ ഈ പറയുന്ന പബ്ലിക്കിന്റെ മനസ്സിൽ ദിലീപിനെ കുറിച്ച് ഇപ്പൊ ഉണ്ടായിരിക്കുന്ന അത്രയും പീക്ക് ലെവലിലുള്ള ഇമേജും ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാല് ഇല്ല എന്നുള്ളത് തന്നെയാണ്. ഏകദേശം ആളുകൾ അത് മറന്നിരിക്കുന്ന ഒരു സമയത്താണ് പ്രിൻസ് ആൻഡ് ഫാമിലി എന്ന് പറഞ്ഞ സിനിമയുടെ റിലീസ് വരുന്നത്. അതുകൊണ്ട് തന്നെ ആ സിനിമ ഓടി. പക്ഷേ ഇപ്പോഴത്തെ സിറ്റുവേഷൻ അതല്ല എന്നുള്ളതാണ്. മാത്രമല്ല ഇതെല്ലാം നടക്കുന്ന സമയത്തും എന്റെ മനസ്സിൽ വരുന്ന ഒരു ചോദ്യം, നിയമത്തിന്റെ മുന്നിൽ നിന്ന് രക്ഷപ്പെടാൻ മാത്രമാണോ ഇതെല്ലാം ചെയ്തത്? ആളുകളുടെ മുന്നിൽ നിന്നും എങ്ങനെ രക്ഷപ്പെടും? ആളുകളുടെ മനസ്സിലുണ്ടായിട്ടുള്ള ചില ചോദ്യങ്ങൾക്ക് എന്ന് മറുപടി വരും? ആളുകൾ എന്ന് അതിൽ കൺവിൻസ്ഡ് ആവും എന്നുള്ളതാണ്.